നമസ്കാരം, ഏവർക്കും മിലു കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയൻ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളിവിടെ ഒരു 250 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചൂറ്റി വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 സവാള, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം, ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് സ്പ്രിംഗ് ഒനിയൻ. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് വെള്ളമായി പോയത് ബാറ്റർ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ. ഇനി നമുക്ക് കോളിഫ്ലവർ ഈ ബാറ്ററിൽ ഓരോന്നോരോന്നായി മുക്കി വറുത്തെടുക്കാം. കോളിഫ്ലവർ വറുത്തെടുക്കുന്നതിനായിട്ട് ഞങ്ങളൊരു ചെറിയ ചീനിച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വറക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്ററിൽ മുക്കിയ കോളിഫ്ലവർ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കേണ്ടത്, വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് തീ കൂട്ടിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള നമ്മൾ സ്ക്വയറായിട്ട് വേണം സവാള അരിയാൻ. ഇത് ഞാൻ സ്ക്വയറായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒത്തിരി വഴണ്ട, ഒരു ചെറുതായിട്ട് വഴണ്ടാൽ മതി. അതിനായിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഒത്തിരി അങ്ങ് വഴണ്ട് പോകരുത്. ഇതൊരു 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ടുള്ള തീയിലിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുത്താൽ മതി. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. ഈ ഒരു പരുവത്തിൽ സവാള വഴണ്ടാൽ മതി. ഇതിൻ്റെ കളറൊന്നും മാറരുത്. സവാളയുടെ ചെറുതായിട്ട് ഒന്ന് വഴളുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് അതും കൂടെ ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കണം. അതിലേക്ക് ഇനി നമുക്ക് ഇത് ക്യാപ്സിക്കവും സവാളയെല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോസുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ് ഒക്കെയാണ്. അത് ഞാനിപ്പോൾ ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട്
സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു. ചില്ലി സോസ് 1 ടേബിൾ സ്പൂണ്. 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. സോസുകളെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇതിന് ചെറിയൊരു മധുരം വരും. അപ്പം ഞങ്ങൾക്കിത് ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങൾ ചേർക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി നമുക്കിതിലേക്ക് ഒഴിക്കാം. ഈ ഗ്രേവി ഒന്ന് തിക്കായി വരാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ഒഴിച്ചിരിക്കുന്നത്. ഞാൻ ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ മുമ്പേ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ അകത്തോട്ടാണ് ഞാൻ ഈ കോൺഫ്ലവർ കലക്കിയത്. അതാണ് കളർ ഇരിക്കുന്നത്. ഇത് വെള്ള കളറാണ്. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഞാനിത് തിക്കായിട്ടുള്ള ഗ്രേവിയിൽ എടുക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇത് ഗ്രേവി നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങളിതിൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്കിനിയും കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തീ കുറച്ചിട്ടിട്ട് ഇതിൻ്റെ ഗ്രേവി എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ഗോബി ഓരോന്നായി ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ഗോബി ചേർത്ത് കൊടുക്കാം. ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് ഞാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗോബി മഞ്ചൂരിയാണ്. നിങ്ങൾ കണ്ടു കാണും, വലിയ സമയമൊന്നും ഇതിന് വേണ്ട, വേഗം തയ്യാറാക്കാൻ പറ്റും. ഗോബിയെ മസാലയൊക്കെ നന്നായിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതിലെ സോസൊക്കെ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾക്കിവിടെ കുറച്ചും കൂടെ ഉപ്പ് വേണം. ശകലം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മറ്റൊന്ന് ഇളക്കി. അങ്ങനെ നമ്മുടെ ഗോബി മഞ്ചൂരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റൊട്ടിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അടുത്തൊരു ടേസ്റ്റി റെസിപ്പിയായി വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.